അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, പുതിയൊരു തെന്മൊഴിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായിട്ടാണ് വരുന്നത്. നിങ്ങളെല്ലാവരും ഒരു ഹദീസ് പരിചയപ്പെടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പ്രവാചകരെ, ഞാൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്തിനെയാണ്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിനെയാണ് എന്ന്. എന്താണ് നാവ് സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ പറയാൻ കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാണ് നാവ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്? എങ്ങനെ നാവ് എവിടെയും കത്തി തട്ടാതെ സൂക്ഷിക്കാനാണ് ഉദ്ദേശിച്ചത്? അല്ലേ? നമ്മൾ നാവ് അറിയാതെ കടിച്ചു പോയാലുള്ള വേദന നമുക്കറിയാമല്ലോ അല്ലേ? പല്ല് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വല്ലതും കഴിക്കുമ്പോൾ നാവ് കൂടി കടിച്ചു പോയാൽ അല്ലേ ഭയങ്കര വേദനയാണ്. അപ്പം അങ്ങനെ മുറിയാതെക്കാനാണോ പ്രവാചകൻ പറഞ്ഞത്? അതാണ് ഉദ്ദേശിച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് നാവിനെ സൂക്ഷിക്കണം എന്ന് ഉദ്ദേശിച്ചത്? നിങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ നാവ് കൊണ്ട് പറയുന്ന സംസാരമാണ് അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. നാവ് കൊണ്ടാണ് നമ്മൾ പരമാവധി, നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നാവിൻ്റെ ഉപയോഗം വലുതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് നാവ് കൊണ്ടാണ്. പിന്നെ ആക്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നാവിനെ നമ്മൾ സൂക്ഷിക്കുക? നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇന്ന് നമ്മൾ ഒരുപാട് കൂട്ടുകാർ, നിങ്ങളൊക്കെ പ്രായത്തിലുള്ള ഒരുപാട് കൂട്ടുകാർ ഈ നാവിനെ വേണ്ടത്ര രീതിയിൽ സൂക്ഷിക്കുന്നില്ല. നമ്മളും അത് ശ്രദ്ധിക്കണേ. നിങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളൊക്കെ നല്ല മക്കളാണ് അല്ലേ? നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നാവിന് ഉപയോഗിക്കേണ്ടത് അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ആളുകൾക്ക് സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ വീട് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അല്ലേ എല്ലാവർക്കും ഓരോ വീട് ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ ഈ നാട്ടിൽ തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ ജീവിക്കാൻ വേണ്ടി എത്ര ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? നല്ല പുതച്ച് മൂടി നമ്മുടെ സ്വന്തം വീട്ടിൽ ഉറങ്ങാനും അതുപോലെ കുടുംബത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൂടാനൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീട് കിട്ടുക എന്നുള്ളതോ അല്ലേ? ഈ വീട് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് സ്വർഗത്തിലാണ് വീട് കിട്ടേണ്ടത്. അങ്ങനെ സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞ് പ്രവാചകൻ കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ പ്രവാചകന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സ്വർഗത്തിൽ വീട് കിട്ടുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആർക്കാണ് സ്വർഗത്തിൽ അല്ലേ? ആ വീടിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ അതിൻ്റെ അകം കാണാൻ കഴിയും. നമ്മളിപ്പോൾ ചുമരുണ്ടെങ്കിൽ അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും? നമുക്ക് ഇല്ല. പക്ഷേ സ്വർഗത്തിലെ വീടിൻ്റെ പ്രത്യേകത, ആ മുറിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളിൽ നിന്നും അകത്തേക്ക് കാണാൻ, പുറത്തു നിന്നും അകത്തേക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അകത്തു നിന്നുള്ള ആൾക്ക് പുറം ഭാഗവും കാണാൻ കഴിയും. അങ്ങനത്തെ പളുങ്ക് കൊണ്ടുള്ള അത്രയും നല്ല തിളക്കമാർന്ന വീടാണ് അവിടെ ലഭിക്കുക. ആർക്കാണത് ലഭിക്കുക? അതാണല്ലോ ഇപ്പോൾ നമ്മുടെ വിഷയം. ആർക്കാണ് ലഭിക്കുക? അങ്ങനത്തെ നല്ല അടിപൊളി വീട് ആർക്കിൽ കിട്ടും? പ്രവാചകൻ അവിടെ കുറേ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ സംസാരം നന്നാക്കുക എന്നുള്ള, നല്ല സംസാരം നിർവഹിക്കുന്നവൻ അല്ലേ? പല ആളുകളും അവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്. നല്ല സംസാരം എങ്ങനെ സംസാരിക്കുക? ഒന്ന്, നമ്മൾ എല്ലാവരോടും സലാം പറയണം, നല്ലത് പറയാം അല്ലേ? ഇവിടെ ചില ആളുകൾ എടാ എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ഭയങ്കര തെറിയാണ് ഇപ്പോൾ കുറേ കുട്ടികൾ ചെയ്യുന്നത്. അഥവാ പല മൃഗങ്ങളുടെ പേരും മറ്റ് പല തോന്നിവാസങ്ങളും വളരെ പ്രയാസമില്ലാതെ നല്ല ഫ്രണ്ട്ലി, ഏറ്റവും നല്ല കൂട്ടുകാരനോടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു പക്ഷേ അറിയാത്തതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ പ്രയോഗിക്കുന്നത് അല്ലേ? പല മൃഗങ്ങളുടെ പേര് നമ്മളങ്ങനെ ഒരാളെ വിളിക്കാൻ പാടുണ്ടോ? ഒരാളുടെ പേരല്ലാതെ ഇല്ലല്ലോ. കൂട്ടുകാരാണെന്നോ അല്ലെങ്കിൽ അവൻ്റെ പേര് വിളിക്കുക എന്നല്ലാതെ മറ്റാരെങ്കിലും കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു പദങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നാവ് നന്നാക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പോൾ കൂട്ടുകാർ, പല ആളുകളും നമ്മളൊക്കെ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ സംസാരിക്കുന്നത് കാണേണ്ട ഇടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് ഇങ്ങനെ വിളിക്കാൻ പാടില്ല. ഒരു പക്ഷേ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ ചോദിച്ചു നോക്കൊണ്ടു, അതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ, അതൊക്കെ ട്രെൻഡല്ലേ എന്നൊക്കെ പറഞ്ഞ്
കൂട്ടുകാർ അങ്ങനെ ആയിരിക്കും കരുതിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ത്, അങ്ങനെ പറയാൻ പാടില്ല. അവർ പേര് വിളിച്ചോ അല്ലെങ്കിൽ കൂട്ടുകാരാന്ന് വിളിച്ചോ, അതല്ലാതെ മറ്റങ്ങനത്തെ ഒരു അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നാവ് നന്നാക്കിയില്ല, അങ്ങനെ നാവ് നല്ല നാവാണത് അല്ലല്ലോ. അപ്പോൾ നാവ് നന്നാക്കിയിട്ടില്ലെങ്കിൽ എന്താണ്, നമ്മൾ ഈ സ്വർഗത്തിലെ വീട് നമുക്ക് നഷ്ടപ്പെടുമോ? അതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ നാവ് നന്നാക്കണം എന്നുള്ളതാണ് പ്രവാചകന് ഒരു കാര്യം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ എന്താണ്, പാവപ്പെട്ട ആളുകളെ ഭക്ഷണം കൊടുക്കുന്നതും, അതേപോലെ തന്നെ നോമ്പ് സ്ഥിരമായിട്ട് നിർവഹിക്കുന്നതും, രാത്രിയിൽ ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ ആണ് ആ വീട് എന്ന് പ്രവാചകൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെ നന്നായി സൂക്ഷിക്കണം അല്ലേ. നമ്മൾ രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോഴും അധ്യാപകരോടും മറ്റുള്ള സമൂഹത്തിലുള്ള നമ്മുടെ ചുറ്റുഭാഗമുള്ള ആരോടൊക്കെ സംസാരിക്കുമ്പോഴും ഏറ്റവും നല്ല രൂപത്തിൽ മാന്യമായിക്കൊണ്ട് അല്ലേ, ബഹുമാനിക്കേണ്ടവർ ബഹുമാനിച്ചുകൊണ്ട്, ആദരിക്കേണ്ടവരെ ആദരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ചെറിയ കുട്ടികളോട് അല്ലേ നല്ല രൂപത്തിൽ, ചില ആളുകൾ എടുത്തു ചാടി എന്താണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വീട്ടുകാരോട് പോലും മാതാപിതാക്കളോട് പോലും അങ്ങനെ ഒറ്റത്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ സംസാരിക്കേണ്ടത്, മറിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ എന്താണ് കാര്യം എന്നുള്ളത് ഏറ്റവും നല്ല രൂപത്തിൽ പതിഞ്ഞ സ്വരത്തിൽ നല്ല രൂപത്തിൽ സംസാരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ തെറിവാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മളങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കണം അത് തെറ്റാണ്. നമുക്ക് സ്വർഗത്തിൽ വീട് കിട്ടുന്ന ആളുകൾക്ക് ഉള്ള ഗുണം എന്നുള്ളത് നല്ല നാവ്, നല്ല സംസാരം നിർവഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ അതിലേക്ക് പ്രചോദിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു മാറ്റത്തിലേക്ക് നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മൾ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഇത് അറിയില്ല, ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാത്തതുകൊണ്ടാണ് പല ആളുകളും, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എവിടെയും കണ്ടിട്ട് ഇതാരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് എന്നുള്ള നിലക്കും ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നമ്മൾ തിരുത്തി കൊടുക്കാനാണ് നമ്മളുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തിരുത്തി കൊടുത്ത് എല്ലാവരും നല്ല കുട്ടികളായിട്ട് നമ്മൾ എല്ലാവരും പറയണം, മാഷാ അല്ലാഹ്, ആ കുട്ടികളെ കണ്ട് പഠിക്ക്, അവരെന്ത് നല്ല സംസാരമാണ് സംസാരിക്കുന്നത് എന്ന് നമ്മളെക്കുറിച്ച് പറയണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമുക്ക് അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടി നാളെ ഇൻഷാ അല്ലാഹ് പരലോകത്ത് വന്ന് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിച്ച് ആ സ്വർഗത്തിൽ ഇങ്ങനത്തെ വീടൊക്കെ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ. നമ്മൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ നന്നായി കൂട്ടുകാരൊക്കെ അങ്ങനെ നല്ല സംസാരത്തിലേക്ക് മാറിയാൽ അതിൻ്റെയൊക്കെ കൂലി നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് നാളെ സ്വർഗത്തിൽ വലിയ ഉന്നത സ്ഥാനം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല കുട്ടികളായിട്ട് വളരാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.